ഇത് 8ാം തവണയാണ് തൃശൂർ അഞ്ചേരി ഫ്രണ്ട്സ് ക്ലബ്ബ് ഓണത്തോടനുബന്ധിച്ച് പകിടകളി മത്സരം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ തന്നെ വടക്കൻ മേഖലകളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയ പകിടകളികൾ ഇന്ന് സജീവമായി കാണപ്പെടുന്നത് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മാത്രമാണ്. തിരുവോണനാളിൽ ആരംഭിക്കുന്ന അഞ്ചേരിയിലെ പകിടകളി മത്സരങ്ങളിൽ കേരളത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി 64 ടീമുകളാണ് മത്സരാങ്കണത്തിൽ കൊമ്പുകോർക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആതിഥേയരായ അഞ്ചേരി ഫ്രണ്ട്സ് ക്ലബിനെ നയിക്കുന്നത് പരമു ആശാനാണ്. വീറും വാശിയും ഒരുപോലെ മാറ്റുരയ്ക്കുന്ന പകിടകളിക്ക് മഹാഭാരതത്തിലെ പാണ്ഡവ കൗരവ ശത്രുതയോളം പഴക്കമുണ്ട്. രാജകീയ വിനോദമായിരുന്ന ചൂതാട്ടമാണ് പകിടകളിയായി പരിണമിച്ചത്. രാജാക്കന്മാരൊക്കെ ആയിട്ട് കളി നടത്തി പോന്നുള്ള കളികളാണത്. പഴയകാലം മുതൽക്കുള്ള എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തന്നെ ഇവിടെ സ്ഥിരം കളിയാ എല്ലാ ടൈമിലും. അതിനിപ്പോ ഓണം ഇങ്ങനെ ഒന്നൊരു വിശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കളി ഇങ്ങനെ കുറഞ്ഞു വന്ന് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടൂർണമെന്റായി മാറിയെന്ന് മാത്രം. തെക്ക് വടക്ക്, കിഴക്ക് പടിഞ്ഞാറ്, തുലാം മേടം, കന്നി മീനം, ഇടവം വൃശ്ചികം എന്നിങ്ങനെയാണ് കൊമ്പ് എന്നറിയപ്പെടുന്ന കളിക്കളങ്ങൾ വരയ്ക്കുന്നത്. 4 വശങ്ങളുള്ള പകിട പഞ്ചലോഹ നിർമ്മിതമാണ്. 2 പകിടകളാണ് കളിയിൽ ഉപയോഗിക്കുക. കളിയിലെ വിജയിയെ കണ്ടെത്താൻ ചിലപ്പോൾ ദിനരാത്രങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇത് ഈ കളിയുടെ മാത്രം പ്രത്യേകതയാണ്. അരക്കൈകളി, പെരുപ്പ്, കൊമ്പുകെട്ട്, തൊപ്പി, പഴം അങ്ങനെ കളിപ്പദങ്ങളും ധാരാളമാണ്. പകിടകളിയിൽ തൊപ്പി വന്നു ചേരുന്നത് മത്സരത്തിലെ ദയനീയ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം തോൽവികളിൽപ്പെട്ടാണ് പണ്ട് പാണ്ഡവന്മാർക്ക് തങ്ങളുടെ രാജ്യം പോലും നഷ്ടമായത് എന്ന് ചരിത്രം. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് പകിടകളിയും നിയമങ്ങളും അത്ര വശമല്ലെങ്കിലും അഞ്ചേരി നിവാസികൾ തികഞ്ഞ സംതൃപ്തരാണ്. കാരണം ഇന്നും ഇവരുടെ കൂട്ടത്തിൽ പോരിനിറങ്ങാൻ തയ്യാറായി യുവരക്തങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അഞ്ചേരി മുത്തപ്പൻ ക്ഷേത്ര മൈതാനം തിരുവോണനാൾ മുതൽ കളിക്കാരെയും കാഴ്ചക്കാരെയും വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.